ദ ലോർഡ്. ഇന്ന് ബ്രദർ രാവിലെ ക്ലാസ് എടുത്തപ്പോൾ ഈശോയുടെ രക്തം പാനം ചെയ്യുക, ഈശോയെ ഭക്ഷിക്കുക എന്ന് പറയുമ്പോൾ അത് കഴിയുമ്പോൾ നമ്മളിൽ ഈശോ തന്നെയാണ്, ഈശോയുടെ സ്വഭാവം ലയിക്കുകയാണ്. അതെനിക്കൊരു നേരത്തെ ഉണ്ടായിരുന്നൊരു ബോധ്യമാണ്. പക്ഷെ അത് ശരിയാണോ ഇല്ലയോ എന്നുള്ളത് എനിക്കൊരു വലിയ കൺഫ്യൂഷനായിട്ട് കിടക്കുമായിരുന്നു. പക്ഷേ ഇന്ന് ബ്രദർ അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ശരിക്കും പരിശുദ്ധാത്മാവ് എനിക്കത് നന്നായിട്ട് ബോധ്യപ്പെടുത്തി തന്നു. അത് ശരിക്കും നമ്മൾ ഈശോയുടെ സ്വഭാവം, ഈശോയെ സ്വീകരിച്ച് കഴിയുമ്പോൾ ഈശോയുടെ സ്വഭാവം നമ്മൾ രൂപപ്പെട്ട് തുടങ്ങുകയാണ്. ദിവസവും വിശുദ്ധ ബലിയിൽ പങ്കെടുത്തു കഴിയുമ്പോൾ നമ്മളറിയാതെ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അത് ശരിക്കും എനിക്ക് ഏറ്റവും വലിയൊരു ബോധ്യമാണ് ഇന്നത്തേത്. ഈശോയെ സ്വീകരിക്കും, ഈശോയുടെ രക്തം പാനം ചെയ്യുമ്പോൾ, ഈശോയെ സ്വീകരിച്ച് കഴിയുമ്പോൾ ഈശോയുടെ സ്വഭാവം നമ്മൾ രൂപപ്പെട്ട് തുടങ്ങും എന്നുള്ളത്. അതുപോലെ തന്നെ ഇപ്പം എന്നെ ഒത്തിരി സ്പർശിച്ച ഒരു വചനമാണ് 57 സങ്കീർത്തനം പാടി. അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ദൈവത്തെ തന്നെ. അതെന്ന് പറയുന്നത് നമുക്ക് വേണ്ടി ഈശോ എല്ലാം ചെയ്തു തരുന്നുണ്ട്. നമ്മൾ ഈശോയുടെ ഒരു സ്വരത്തിനൊന്ന് ഈശോയ്ക്ക് വേണ്ടി ഒന്ന് വിട്ടുകൊടുത്താൽ മതി. അത് സമർപ്പണം ചെയ്ത് കഴിയുമ്പോൾ ഈശോ നമ്മൾ പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ വിശുദ്ധി എല്ലാം നമ്മളിലേക്ക് വരികയാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഈശോ തന്നെ ചെയ്യുന്ന ഒരു അനുഭവം ഉണ്ടാവും. അതിപ്പം നമ്മുടെ കുടുംബജീവിതത്തിലായാലും പ്രൊഫഷണൽ ലൈഫിലായാലും അതിപ്പോൾ ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്നു. അതെനിക്കിവിടെ സാക്ഷ്യപ്പെടുത്തണമെന്ന് വലിയൊരു പ്രചോദനം പരിശുദ്ധാത്മാവ് തന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചാടിക്കയറി വന്ന് ഇത് പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഓക്കെ, അടുത്ത ആൾ വരാം.